അടിപൊളി. ഈ സൺഡേ ഈ കുംഫു മാച്ച് കാണാനായിട്ട് നമുക്ക് എല്ലാവർക്കും പോകാം. പിന്നെന്താ, തീർച്ചയായിട്ടും. അതുമല്ലാതെ വേദാനഗരത്തിന് വേണ്ടി ഫൈറ്റ് ചെയ്യുന്ന ഈ സാബുവിനെ എനിക്ക് നല്ല പരിചയം അറിയോ. വരൂ, നമുക്ക് സാബു പ്രാക്ടീസ് ചെയ്യുന്നത് നോക്കാം. അതിൽ നിന്നും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനാകും. ഒരു കാര്യം ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടാവില്ല. ഒരു തവണ ഈ സാബുവിനെ ഗുണ്ടകളൊക്കെ പിടിച്ചുകൊണ്ടുപോയി. അവന്റെ ജീവൻ അപകടത്തിലായിരുന്നു. ആ തക്ക സമയത്ത് ഞാൻ അവിടെ എത്തി. എനിക്ക് ദേഷ്യം വന്ന അവന്മാരെയൊക്കെ നല്ലോണം ഇട്ടിച്ച് ചമ്മന്തിയാക്കി പറത്തി വിട്ടു. പോയോ? ഞാൻ എന്തൊക്കെ സത്യം പറഞ്ഞാലും ഇവരൊരിക്കലും വിശ്വസിക്കത്തില്ല. അവനില്ലേ ആ സാബു മഹാ അപകടം പിടിച്ചവനാ. അവന്റെ കാറ്റ് കളഞ്ഞാലേ പറ്റൂ. അല്ലെങ്കിൽ ഇത്തവണ ജയിക്കാന്ന് വെച്ചാലേ പറ്റാത്ത കാര്യമെന്ന് തോന്നുന്നു. അങ്ങനെയൊന്നും ഉണ്ടാവില്ലെന്ന്. ഞങ്ങൾ അവനെ പിടിച്ച് തിരിച്ച് മറിച്ച് പരിപ്പ് പടയാക്കും. കൊള്ളാം സാറേ, അടിപൊളി. സാറിനെ പോലെ ഫൈറ്റ് ചെയ്യാൻ ഇവിടെ ആരുമില്ല. പിള്ളേര്, നിങ്ങൾ എന്താ ഇവിടെ ചെയ്യുന്നത്? വേഗം സ്ഥലം കാലിയൊക്കെ, എനിക്കിവിടെ പ്രാക്ടീസ് ചെയ്യാനുള്ള. വേഗം പോ. സോറി സർ, ഞങ്ങൾ സർ ഇവിടെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ പഠിക്കാൻ വെച്ചു. ഞാനിവിടെ ട്രെയിനിങ് സ്കൂളൊന്നും അല്ലേ തുറന്നു വെച്ചിരിക്കുന്നത്. മര്യാദക്ക് പോവാൻ നോക്ക്. വല്ലാത്ത അഹങ്കാരം പിടിച്ച ആളാന്ന് തോന്നുന്നു. വിട്ടേക്ക, എന്റെ ബോസിനെ വിട്ടേക്ക. വിടാ. അവര് സാബുവിനെ തട്ടിക്കൊണ്ടു പോകുന്നത് കണ്ടോ? വരും, നമുക്ക് ചെന്ന് രക്ഷപ്പെടുത്താം. കൊച്ചുകുട്ടി, ആരാണ് നീ? എന്തിനാണ് ഇങ്ങനെ നടക്ക് കയറി ശല്യം ചെയ്യുന്നത്? കുട്ടിയെന്ന് വിളിക്കരുത് അങ്കിൾ. ശിവ, ശിവ എന്നാണ് എന്റെ പേര്. വേഗം ഇവരെ പിടിച്ച് കെട്ടിരടേ. എന്റെ നെഞ്ചൂടെ ഗുണ്ടകൾ നിങ്ങളെ കടത്തിക്കൊണ്ടു പോവാൻ ശ്രമിക്കായിരുന്നു. അതെ, നിങ്ങളെ ശിവയാണ് ഇപ്പൊ രക്ഷിച്ചത്. എന്നാരും രക്ഷിക്കേണ്ട കാര്യമൊന്നുമില്ല.
എന്നെ കണ്ടാൽ തന്നെ എല്ലാരും പേടിച്ച് ഓടിക്കളയും. ഞാൻ ചാക്കിന്ന് പുറത്തിറങ്ങും എന്നറിഞ്ഞാണ് അവന്മാർ ഇവിടെ നിന്ന് ഓടിക്കളഞ്ഞത്. ഇപ്പൊ മനസ്സിലായോ ഞാൻ ആരാണെന്ന്? നിങ്ങൾ വേഗം പോവാൻ നോക്ക്. ഇവിടെയുള്ള എല്ലാ ഗുണ്ടകൾക്കും അറിയാം എന്റെ കൈ കിട്ടിക്കഴിഞ്ഞാ അവന്മാര് പൊടി പോലും കാണില്ലെന്ന്. എന്നെ എങ്ങനെ കെട്ടിയിട്ടാലും ഞാൻ പുറത്ത് വരാണ്ടിരിക്കില്ല. പിള്ളേരോട് പോവാൻ പറഞ്ഞിട്ട് കേട്ടില്ലേ നിങ്ങള്? വേഗം ചെല്ലേ, മര്യാദക്ക് വീട്ടിൽ പോവാൻ നോക്ക്. ഇയാളുടെ കാട്ടയം കാണുമ്പോ ഇടിച്ച് ചമ്മന്തിയാക്കാനാ തോന്നുന്നത്. അഹങ്കാരം പിടിച്ച താന്തോന്നി മനുഷ്യൻ. ആഹാ, ഇവിടെയാണോ ഉള്ളത്? എന്തിനാ വെറുതെ സമയം കളയുന്നത് മോനെ? ഈ കരാട്ടെ ഒന്നും നിനക്ക് ഉപയോഗപ്പെടില്ല. ജീവിതത്തിൽ എന്തെങ്കിലും നേടണമെങ്കിൽ സംഗീതം മാത്രമേ ഉപകരിക്കൂ. സംഗീതം ഇതെന്താ ഈ ചെയ്യുന്നത്? നിങ്ങളുടെ പാട്ട് കേട്ടത് കൊണ്ട് ഞാൻ പ്ലേറ്റിൽ കൊണ്ടുവന്ന കാപ്പി പലഹാരം തെറിച്ചു പോയി കഴിഞ്ഞാൽ എനിക്കെന്ത് ചെയ്യാൻ കഴിയും? എന്തിനാ മുത്തശ്ശി എന്നെ ദേഷ്യപ്പെടുന്നത്? അങ്ങനെയാണോ? എന്നാൽ ഞാൻ ഇനിയും കേൾപ്പിക്കാം. അതുകൊണ്ടോ അയാൾ സാബു കുടിക്കുന്ന വെള്ളത്തിൽ എന്തോ കലർത്തി. സർ, ആ വെള്ളം കുടിക്കരുത്, വെള്ളം കുടിക്കല്ലേ. അതിലൊരാൾ എന്തോ കലർത്തിരിക്കുന്നു. വെള്ളം കുടിക്കല്ലേ. എന്തിനാ എന്റെ കാര്യത്തിൽ തലയിടുന്നേ? പൊയ്ക്കോ അവിടുന്ന്. നിങ്ങളുടെ ശല്യം കുറച്ച് കൂടുന്നുണ്ട്. മര്യാദക്ക് സ്ഥലം വിട്ടോണം. കുടിക്കല്ലേ. മുഖത്ത് വെള്ളം തെളിച്ച് എണിപ്പിക്കൂ. എനിക്ക് എനിക്ക് എന്നെ കണ്ട് പേടിച്ചോടുന്ന കണ്ടില്ലേ? പേടിക്കാതെ എങ്ങനെ ഇരിക്കും അറിയോ? ഞാൻ ഒരുത്തൻ 50 പേർക്ക് തൊല്ലിയാ. സർ, നിങ്ങളുടെ ജീവന് ആപത്തുണ്ട്. കുറെ ഗുണ്ടകൾ അങ്ങേ കടത്താൻ ശ്രമിക്കുകയാണ്. നിങ്ങൾ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കരുതെന്നാണ് അവരുടെ ആഗ്രഹം. എന്റെ ജീവൻ അപകടത്തിലാണെന്നോ? ഞാൻ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കരുതെന്നോ? ഈ പിള്ളേര് വീണ്ടും വന്നല്ലോ ഇവിടെ. നിങ്ങളെ ഇപ്പൊ ഇവിടെ ആരാ വിളിച്ചേ? മര്യാദക്ക് പോ, ഇവിടുന്ന് പോകുന്നതാ നല്ലത്. രവ, നീ എന്താണ് ആലോചിച്ചത്? അതന്നെ, നീ ആലോചിച്ചത് തന്നെ. ഞാനും അത് തന്നെ ആലോചിക്കുകയായിരുന്നു. അങ്ങനെ ശരിക്കും സംഭവിച്ചിരുന്നെങ്കിൽ. എന്തു സംഭവിക്കാൻ? ഒന്നുമില്ല അങ്കിൾ, ഞങ്ങൾ ആലോചിച്ച പോലെ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റൂലെന്നേ. അതുകൊണ്ട് പറഞ്ഞിട്ട് ഇപ്പൊ കാര്യമില്ലല്ലോ. അതൊക്കെ വിട്ടേക്കൂ. നിങ്ങൾ നിങ്ങളെ തന്നെ ഒന്ന് ശ്രദ്ധിക്കൂ. ഏതോ ഒരാള് നിങ്ങൾ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്നത് തടയണമെന്നാണ് ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്ക് പ്രൊട്ടക്ഷന്റെ ആവശ്യമുണ്ട് സർ. അതെ, എനിക്ക് ആരുടെയും പ്രൊട്ടക്ഷൻ ആവശ്യമില്ല കേട്ടോ. സാധാരണ ഞാനാണ് എല്ലാരും പ്രൊട്ടക്ട് ചെയ്യാറ്. കൂടുതൽ സംസാരിക്കാണ്ട് വേഗം ഇവിടുന്ന് പോവാൻ നോക്ക്. പാത്തും പതുങ്ങി എന്റെ കഴിവുകളെല്ലാം പഠിച്ചെടുക്കാൻ നോക്കാണോ? പൊക്കോ ഇവിടുന്ന്.
അഥവാ അവനെ ഗുണ്ടകൾ പിടിച്ചോണ്ട് പോയാൽ ഈ വേദ സിറ്റിയിൽ മത്സരിക്കാൻ ആരും ഉണ്ടാവില്ല. പിന്നെ കുങ്ഫു ചാമ്പ്യൻഷിപ്പ് ട്രോഫി നമുക്കിത്തവണ ലഭിക്കൂല. കുഴപ്പമില്ല, ഞാൻ വേഷം മാറി അയാളുടെ പുറകെ നടന്ന് ഇത്തവണ ഗുണ്ടകളായാലും പിടിക്കാതെ നോക്കിക്കോളാം. എന്താ പോരെ? നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കരുത്. എന്റെ ഈ ലഡ്ഡു സിംഗ് എന്ന പേര് വെറുതെ അല്ല ഫേമസ് ആയത്, അറിയാലോ. ചിലപ്പോ ഈ ഗുണ്ട എന്നെ പിന്തുടരാണെന്ന് തോന്നുന്നു. അവിടെ നിന്ന് ഇയാൾക്കൊരു പാഠം പഠിപ്പിച്ചിരുന്ന കാര്യം. അല്ല, ഇയാളെ കൂട്ടായി പോയത്. അതെ, എന്നെങ്ങനെ തല്ലരുത്. എന്തിനെങ്ങനെ തല്ലരുത്? ഞാനൊരു ഇൻസ്പെക്ടറാണ്, അറിയോ? ഇൻസ്പെക്ടർ അല്ല, കുറച്ചു നേരത്തെ നിന്നെ കമ്മീഷൻ ആക്കി തരാം. എന്റെ 20 ഇടി കിട്ടിക്കഴിഞ്ഞാലേ നേരെ ആയിക്കോളും. അതെ, എനിക്ക് വേദനിക്കുന്നു. അതീന്ന് പറഞ്ഞില്ലേ? എന്നെ വിട്, എന്നെ വിടാൻ പറഞ്ഞില്ലേ? ഒന്ന് മതിയാക്ക്. ഞാൻ സത്യമാണ് പറഞ്ഞത്. ഞാൻ ഇൻസ്പെക്ടറാണ്, ഇൻസ്പെക്ടർ. നിൽക്കൂ, ഇത് സത്യത്തിൽ ഇൻസ്പെക്ടർ ലഡു സിംഗ് സാർ ആണ്. അപ്പൊ നീയാണ് ലഡ്ഡു സിംഗിനെ എന്റെ പുറകെ അയച്ചതല്ലേ? നിങ്ങൾക്ക് പ്രൊട്ടക്ഷന്റെ ആവശ്യമുണ്ടെന്ന് തോന്നി. നിങ്ങളുടെ പുറകെ കുറെ ഗുണ്ടകൾ അപകടപ്പെടുത്താൻ ശ്രമിക്കുന്നു. അതൊന്നും എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ സാബുവിന്റെ ശക്തി എന്താണെന്ന് നിനക്കൊന്നും അറിയില്ല. എന്റെ കാര്യം നോക്കാൻ എനിക്കറിയാം. ചാമ്പ്യൻഷിപ്പില് ഞാൻ മാത്രമേ ജയിക്കുള്ളൂ. ആയിരക്കണക്കിന് ഗുണ്ടകൾ വന്നാലും ശരി, അവരൊക്കെ എനിക്ക് പൊല്ല. ഇവിടെ ഒറ്റൊരുത്തന്മാർക്ക് എന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. കുട്ടി 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 ഏത് കുട്ടിയാടാ കുട്ടി? അവനാണല്ലോ നമ്മുടെ പ്ലാൻ എപ്പോഴും തകർക്കുന്നത്. ശിവോഷ, അവനെ കുട്ടിയെന്ന് പറയരുത് കേട്ടോ. ഞങ്ങളെ പോലെയുള്ള 15 പേരുടെ ശക്തിയുണ്ട് അവര്. സാബുവിന്റെ കാര്യങ്ങൾ വിട്ടേക്ക്. ആദ്യം ചെന്ന് ആ കുട്ടിയെ അങ്ങ് പിടിച്ചു കൊണ്ടുവാ. എന്തായാലും ഗുണ്ടകൾക്ക് ഇതുവരെ സാബുവിനെ പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്തായാലും ഇന്ന് ചാമ്പ്യൻഷിപ്പ് നടന്നാൽ മതിയായിരുന്നു. അതിന് നമ്മുടെ സാബു ജയിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് രസമായിരുന്നല്ലേ? അതെ, പക്ഷെ അയാള് ഭയങ്കര അഹങ്കാരിയാ. നമ്മുടെ വേദാനഗരത്തിന്റെ അഭിമാനവും കൂടിയാണ് അയാള്. ഇത് ശരിക്കും ആ ഗുണ്ടകളുടെ പണിയാണ്. കാരണം ശിവ കാരണം അവരുടെ ഉദ്ദേശം നടക്കുന്നില്ലല്ലോ. അതുകൊണ്ട് അവര് മനഃപൂർവ്വം ശിവയെ കടത്തിക്കൊണ്ട് പോയതാ. ചാമ്പ്യൻഷിപ്പ് നടക്കുന്ന സ്ഥലത്തായിരിക്കും ശിവയെ കൊണ്ടുപോയിരിക്കുന്നേ. എന്നാ വേഗം പോയി നമുക്ക് ശിവയെ സഹായിക്കാം. ഇവിടെ കിടന്നോ. വെറുതെ മറ്റുള്ളവരുടെ കാര്യത്തിൽ തലയിടരുത്. ഇനി നീ ഇവിടെ കൂടിയാൽ മതി. ചാമ്പ്യൻഷിപ്പ് തീരുന്നോടം വരെ മോനിവിടെ ഉറങ്ങിക്കോ. ഹലോ രേവ, ഇവിടെ ഒരു പാഴടഞ്ഞ കൊട്ടാരത്തിന്റെ ടവറിലാണ് ഞാൻ ഉള്ളത്. ചാമ്പ്യൻഷിപ്പ് ഇതിന്റെ അടുത്താണ് നടക്കുന്നത്. ഇവിടെ 4 ടവർ ഉണ്ട്. അതിലേത് ടവറിലാണ് നീ ഉള്ളത്? ഒരു മിനിറ്റ്. കണ്ടു നീ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട കേട്ടോ. ഞങ്ങൾ എങ്ങനെ കയറ് മുകളിലേക്ക് ഇടാം. അത് പിടിച്ച് താഴെ ഇറങ്ങി വന്നാ മതി. ഓക്കെ രേവ, താങ്ക്സ്. നോ സോറി, നോ താങ്ക്സ്. ഓർമ്മയുണ്ടല്ലോ. ചാമ്പ്യൻഷിപ്പ് ഇതാ തുടങ്ങുകയായി. ചാമ്പ്യൻഷിപ്പിന്റെ ആദ്യത്തെ മത്സരം ആരൊക്കെയാണെന്ന് വെച്ചാൽ കോർപ്പറേറ്റ്സും പിന്നെ വീനസ് സിറ്റിയിലെ ഫൈറ്ററുമായ റോക്കിയുമായി. അടുത്തതായിട്ട് മത്സരിക്കാൻ പോകുന്നത്
വേദ സിറ്റിയിലെ ഫൈറ്റർ സാബുവും പിന്നെ ബ്രഹ്മ സിറ്റിയിലെ ഫൈറ്റർ ശ്രേയയും. നല്ല പൊക്കോണ്ട് ഇത് എങ്ങനെ കയർ അവിടം വരെ എറിയ? ഒരു ദിവസം ഞങ്ങളുടെ നാട്ടിൽ ഇതുപോലൊരു അത്യാവശ്യം വന്നതാണേ. അന്ന് ഞാൻ എന്താ ചെയ്തെന്നറിയോ, ഒരു അമ്പെടുത്ത് കയർ അതിൽ കെട്ടി ഉന്നം നോക്കി അങ്ങോട്ട് എറിഞ്ഞൊന്നേ. അമ്പിലെ കയറ് കെട്ട. യെസ്. കൊള്ളാം കൊള്ളാം കൊള്ളാം, നല്ലൊരു ഐഡിയ. ഇനി നമ്മൾ നോക്കേണ്ടത് ഈ സ്കോർപ്പൻസിനെ തോൽപ്പിക്കാൻ ആരാണ് മുന്നോട്ട് വരുന്നത് എന്നാണ്. അങ്ങനെ ഈ സെമി ഫൈനൽ റൗണ്ടിൽ വേദ സിറ്റിയിലെ സാബുവും പിന്നെ ഗ്രന്ഥ സിറ്റിയിലെ ഫൈറ്റർ ആരുമി തമ്മിലാണ് മത്സരം. ആദി, ഇന്ന് നിന്റെ മിടുക്കൊന്ന് ഞങ്ങൾ കാണട്ടെ. എപ്പോഴും കുറെ വിഡ്ഢിത്തരങ്ങൾ പറഞ്ഞ് ഞങ്ങളെ ബോറടിപ്പിക്കാറില്ലേ? ഇന്ന് നിന്റെ ബുദ്ധി പ്രയോഗിച്ചില്ലെങ്കിൽ ശരിയാവില്ല. എന്റെ ആദ്യം നീ ഇത്ര മിടുക്കനാണെന്ന് അറിഞ്ഞില്ല. മര്യാദക്ക് താഴെ ഇറങ്ങ, ഇല്ലെങ്കിൽ ആ കയർ അഴിച്ചു വിട്ടാ നീ തലയും കുത്തി താഴെ കിടക്കും ചേർക്ക. സോറി അങ്കിൾ, തിരിച്ചു വരാൻ ഒരു താല്പര്യമില്ല. ബൈ. എന്താ ശിവ, വേഗം പോകാം. ചാമ്പ്യൻഷിപ്പ് അവിടെ തുടങ്ങി കുറെ നേരായി. അല്ല, ഇവനെന്താ പറ്റിയേ? ഇന്ന് ഇവൻ ചെയ്തൊരു കാര്യമുണ്ടല്ലോ, ഇനി 100 വർഷത്തേക്ക് അത് നമുക്ക് കേൾക്കേണ്ടി വരും. വരും, നമുക്ക് പോവാം. ഇപ്പോഴിതാ ഫൈനൽ റൗണ്ടിൽ എത്തിയിരിക്കുന്നത് സ്കോർപ്പിയൻസ് പിന്നെ സാബുവും. നമ്മൾ കൃത്യസമയത്തിന് എത്തി. ഇനി ഫൈനൽ ഫൈറ്റ് ആണ്. വാവ്, നല്ല രസമായിരിക്കും. ഞാൻ ജയിച്ചു. എന്നെ കണ്ട് പേടിച്ചത് ഇവൻ ബോധം കെട്ട വീട്. ഇത് ചീറ്റിംഗ് ആണ്. മനഃപൂർവ്വം അയാളെ ബോധം കെടുത്തിയതാണ്. ലഡു സിംഗ് സർ, ആദ്യം ഇതുപോലെ സംഭവിച്ചു എന്ന് പറയൂ. യെസ്, നേരത്തെ ഇതുപോലെ 2 തവണ സംഭവിച്ചു. ഇത് ചീറ്റിംഗ് ആണ്, വല്ലാത്ത ചീറ്റിംഗ്. ഇത് നമ്മൾ സമ്മതിച്ചൂടാ. ഈ പറയുന്നതിന് യാതൊരു തെളിവും ഇപ്പൊ ഇവിടെ ഇല്ലല്ലോ. ഇനി വേദ നഗരത്തിൽ നിന്നും ആരെങ്കിലും മത്സരിക്കാൻ തയ്യാറാണെങ്കിൽ ഞാൻ അവസരം കൊടുക്കുന്നതായിരിക്കും. ഇനി അഥവാ ആരുമില്ലെങ്കിൽ കോർപ്പറ്റ്സ് തന്നെയായിരിക്കും ഈ മത്സരത്തിൽ വിജയ് എന്ന് ഞാൻ പ്രഖ്യാപിക്കും. വേദാനഗരത്തിന്റെ ഭാഗത്തുനിന്ന് ശിവ മത്സരിക്കും. ആദി, നീ എന്താ ഈ പറഞ്ഞത്? ഇത് നമ്മുടെ നഗരത്തിന്റെ അഭിമാനത്തിന്റെ പ്രശ്നമാണ്. കുട്ടി, എന്നെ കുറിച്ച് ഒരുപാട് കേട്ടതാ ഞാൻ. ഇന്നെന്ന് ഞാൻ വിടുമെന്ന് വിചാരിക്കണ്ട. കുട്ടി എന്ന് വിളിക്കരുത് അങ്കിൾ. ശിവ, ശിവ എന്നാണ് എന്റെ പേര്. അതിശയം തന്നെ, ഇത്രയും ചെറിയൊരു ചെറുക്കൻ സ്കാർപ്പൻസുമായി മത്സരിക്കുന്നത് ഒരു സംഭവമായിരിക്കും. എനിക്കിപ്പോൾ ഉറപ്പായി ഇവൻ തീർച്ചയായും മത്സരിക്കുമെന്ന്. എന്നാൽ മത്സരം തുടങ്ങട്ടെ.
ഈ ട്രോഫി എന്റെ കൈ കൊണ്ട് കൊടുക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നു. മനുഷ്യത്വം എന്താണെന്ന് ശിവയാണ് എനിക്ക് മനസ്സിലാക്കി തന്നത്. അവരവരുടെ കഴിവിൽ ഒരിക്കലും അഹങ്കരിക്കരുതെന്ന് ഞാൻ പഠിച്ചു. ശിവ വളരെ ചെറുതാണെങ്കിലും എത്ര മനോഹരമായിട്ടാണ് ഫൈറ്റ് ചെയ്യുന്നത്. ഒരു തരി അഹങ്കാരം പോലും ശിവയ്ക്കില്ല. നിങ്ങൾക്കറിയോ, 3-4 തവണ ഗുണ്ടകൾ എന്നെ പിടിച്ചുകൊണ്ട് പോയിട്ട് അവരിൽ നിന്ന് രക്ഷിച്ച ശിവയാണ്. എന്റെ അഹങ്കാരം കാരണം ഞാൻ ശിവയെയും ഫ്രണ്ട്സിനെയും ഒരുപാട് ആട്ടിയിട്ടുണ്ട്. ഈ ശിവ എന്നെ പല പ്രാവശ്യം രക്ഷിച്ചു, എന്നിട്ട് ഒരു താങ്ക്സ് പോലും ഞാൻ പറഞ്ഞില്ല. ഞാൻ അവരെ ഒത്തിരി നിന്ദിച്ചു. ഞാൻ ഒരു കാര്യം പറയാം, നമുക്ക് എല്ലാവർക്കും ശിവയിൽ നിന്നും പഠിക്കാൻ ഒത്തിരി ഉണ്ട്. താങ്ക് യു ശിവ.